വികസനം പലപ്പോഴും സംസ്കാരത്തിൻ്റെയും ജനങ്ങളുടെയും മേലിലേക്കുള്ള കടന്നുകയറ്റമായിരിക്കും. വികസനം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. ജനനന്മയാണല്ലോ വേണ്ടത്. വികസനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നടക്കുവാൻ ജനങ്ങളും അധികാര കേന്ദ്രങ്ങളും തമ്മിലുള്ള അകലം കുറയണം. ഭരണം സുതാര്യമായിരിക്കണം. തൃശൂർ ജില്ലയുടെ മുകുന്ദപുരം താലൂക്കിലെ സവിശേഷ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വേളൂക്കര. പ്രകൃതിരമണീയവും ചരിത്രപ്രസിദ്ധവുമാണ് ഇവിടം. നവോത്ഥാന കേരളത്തിലെ കാർഷിക സമര ചരിത്രത്തിലെ ഒരു ഉജ്ജ്വല അധ്യായമായ നടവരമ്പ് സമരം നടന്നത് വേളൂക്കര പഞ്ചായത്തിലാണ്. മുകുന്ദരാജാവ് പറയരാജാവായ ചിരുകണ്ഠൻ്റെ ഗളച്ഛേദം നടത്തിയെന്നും രക്തം തെറിച്ച് അശുദ്ധി ബാധിച്ചതിനാൽ താൽക്കാലികമായി ഇവിടെ തങ്ങിയെന്നുമാണ് ചരിത്രം. ഈ താൽക്കാലിക വാസത്തിൻ്റെ ബാക്കിപത്രമാണ് ഇവിടുത്തെ മുകുന്ദപുരം ക്ഷേത്രം. അഗസ്ത്യമുനി തപസ്സു ചെയ്തെന്ന് കരുതപ്പെടുന്ന ഇടം ഇവിടുത്തെ ശിവക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. AD 900 മുതൽ പഴക്കമുള്ള പള്ളിയാണ് ക്രിസ്തുമത വിശ്വാസികൾക്കായി വേളൂക്കരയിലെ വെളയനാട്ടിലുള്ളത്. പുരാതനവും ചരിത്രപ്രസിദ്ധവുമാണ് വെളയനാട് പള്ളി. ഇവിടുത്തെ മുസ്ലിം പള്ളിക്കും വേളൂക്കരയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനമുണ്ട്. മതേതര മൂല്യങ്ങൾ പരിപാലിക്കപ്പെടുന്ന വേളൂക്കരയിൽ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ കൂട്ടായ്മയും കാണാം. 100% വികസന ഫണ്ട് ഉപയോഗിക്കുന്നതിന് പുറമെ 100% നികുതി പിരിവും വേളൂക്കര പഞ്ചായത്ത് നടപ്പാക്കുന്നു. ജനകീയാസൂത്രണ പദ്ധതി നിലവിൽ വന്ന കാലം മുതൽ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള പ്ലാൻ ഫണ്ട് 100% ചെലവഴിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് വേളൂക്കര ഗ്രാമപഞ്ചായത്ത്. തങ്ങളുടെ സംസ്കാരത്തെയും ജീവിത രീതികളെയും തകർക്കാതെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേളൂക്കര തയ്യാറായപ്പോൾ ജനങ്ങൾക്കും പഞ്ചായത്തിനും തങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വ്യക്തമാക്കാൻ ഉരുത്തിരിഞ്ഞുവന്ന ഒരു വേദിയാണ് ഗ്രാമജാലകം മാസിക. ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഭരണ വിഷയങ്ങളെക്കുറിച്ച് സംവദിക്കുന്നതിന് അവരുടെ അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ഗ്രാമപഞ്ചായത്തുമായി പങ്കുവയ്ക്കുന്നതിന് ഭരണ നടപടികൾ സുതാര്യമെന്ന് ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാനത്ത് മാതൃകാപരമായി 1996 ആരംഭിച്ച ഗ്രാമജാലകം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. സാംസ്കാരിക കേരളത്തിൻ്റെ ചരിത്രത്തിലും വേളൂക്കരയ്ക്ക് വളരെ പ്രധാന സ്ഥാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ വേളൂക്കരയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ സാംസ്കാരിക സമിതി ഗ്രാമജാലകം എന്നൊരു മാസിക പ്രസിദ്ധീകരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലാദ്യമായി ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേളൂക്കര ഗ്രാമപഞ്ചായത്തായിരിക്കും. ഗ്രാമജാലകത്തിൻ്റെ ആലോചന യോഗത്തിൽ കുടിവെള്ളം ചർച്ച ചെയ്യുകയും മുരിയാട് കായലിലെ അധിക ജലം കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കടുപ്പശ്ശേരി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. ജനനന്മയ്ക്കായുള്ള പഞ്ചായത്തിൻ്റെ പല വികസന പരിപാടികൾക്കും രൂപം കൊടുക്കാൻ ഗ്രാമജാലകം സഹായകരമായിട്ടുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള പല വിഷയങ്ങളും പല കർമ്മപരിപാടികളും ഗ്രാമജാലകം ചർച്ച ചെയ്തു. ക്രിയാത്മകവും വികസനോന്മുഖവുമായി പഞ്ചായത്തിനെ മാറ്റുവാൻ ഗ്രാമജാലകം സഹായകരമായി. ഏകദേശം 62ഓളം കുട്ടികൾ ഈ നീന്തൽക്കുളത്തിൽ നിന്ന് പരിശീലനം നേടി സംസ്ഥാന തലത്തിലും 3 പേര് ദേശീയ തലത്തിലും സമ്മാനാർഹരായിട്ടുണ്ട്. അതിൽ 14 പേര് ഇപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി നേടിപ്പോയിട്ടുണ്ട്. അനുദിനം വളരുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഗ്രഹാന്തരങ്ങളിൽ പോലും കോടി കുത്തുന്നു. വെള്ളമീനിക്കോരിടേണ്ട കൈത്തേക്കിനി തേവിടേണ്ട. ജനങ്ങളുടെ സാംസ്കാരികവും കലാപരവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്
ഗ്രാമജാലകം മാസിക സംഭാവന ചെയ്തിട്ടുള്ളത് ചെറുതല്ല. ആദ്യ പതിപ്പുകൾ മുതൽ കക്ഷിജാതി പ്രായഭേദമന്യേ ജനങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചു വരുന്നു. പഞ്ചായത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും അവയ്ക്ക് ദിശാബോധം നൽകുന്നതിനും വികസന പ്രക്രിയയുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നതിനും ആയിട്ടാണ് 1996 ഞങ്ങൾ വേളൂക്കര പഞ്ചായത്ത് സാംസ്കാരിക സമിതി രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ 96 തന്നെ ഞങ്ങൾ ഗ്രാമജാലകം എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുകയുണ്ടായി. കുട്ടികളുടെ പതിപ്പ്, അധ്യാപകദിന പതിപ്പ്, ദേശാഭിമാന പതിപ്പ്, കുടുംബശ്രീ പതിപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുള്ള നിരവധി പതിപ്പുകൾ ഇതിനകം ഗ്രാമജാലകം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വേളൂക്കരയിലെ ജനങ്ങളുടെ വ്യക്തിത്വ വികസനത്തിൽ ഗ്രാമജാലകം വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നാളത്തെ പ്രതിഭകളുടെ സ്വയം തിരിച്ചറിയലിനും ഗ്രാമജാലകം വേദിയാകുന്നു. സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നാളത്തെ സാഹിത്യത്തെയും പരിപോഷിപ്പിക്കുകയാണ് ഗ്രാമജാലകം. ഗ്രാമജാലകം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞ കഥ കൊടുത്തത്, അത് കുറേ പേര് വായിച്ചു. പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് കൂടുതൽ കഥകൾ എഴുതാനായിട്ടൊരു പ്രചോദനം അതിൽ നിന്ന് കിട്ടി. ഭാഷാപോഷിണി എന്ന കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ മാസിക ഞങ്ങളുടെ ഈ സംരംഭത്തെ ശ്ലാഘിച്ചുകൊണ്ട് അതിൽ പനച്ചി ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനം വന്നതോടുകൂടി ഞങ്ങളുടെ ഈ പ്രസിദ്ധീകരണം ലോക ശ്രദ്ധയിൽ തന്നെ വരികയും ഇതിനെ അനുകരിച്ചുകൊണ്ട് പിന്നെ ഒട്ടേറെ പഞ്ചായത്തുകൾ ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അംഗീകാരങ്ങൾക്കും ബഹുമതികൾക്കുമപ്പുറം ജനങ്ങളുടെ എഴുത്തു പുസ്തകമായി ഗ്രാമജാലകം മാസിക നിലനിൽക്കുന്നു. അക്ഷരം മരിക്കുന്നുവെന്നും മലയാളം അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുമൊക്കെ പ്രവചിക്കുന്നവർ വേളൂക്കരയുടെ മാതൃക കണ്ണു തുറന്ന് കാണണം. ഒരു വായനക്കാരൻ്റെ ഭൂമികയിൽ നിന്നും നോക്കുമ്പോൾ ഈ ഗ്രാമജാലകത്തിലൂടെ ഒത്തിരി ശുദ്ധമായി കടന്നുവരുന്നത് കാണുവാൻ ബുദ്ധിമുട്ടില്ല.